1857 കലാപം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവം പെട്ടെന്ന് പുറപ്പെടുവിക്കാനുള്ള കാരണം എൻഫീൽഡ് റൈഫിൾ കാർട്രിഡ്ജ് വിവാദം. ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യൻ ശിപ്പായിമാർക്ക് എൻഫീൽഡ് റൈഫിൾ നൽകി. അതിലെ കാർട്രിഡ്ജുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പല്ലുകൊണ്ട് കടിക്കണം. ആ കാർട്രിഡ്ജുകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചതായി പ്രചരിച്ചു. പശു ഹിന്ദുക്കൾക്ക് പരിശുദ്ധം, പന്നി മുസ്ലിങ്ങൾക്ക് അശുദ്ധം. ഇതിലൂടെ ശിപ്പായിമാർക്ക് മതവിശ്വാസം അപമാനിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായി. ബ്രിട്ടീഷുകാർ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന സംശയം. വ്യാപകമായ അസന്തോഷം കലാപമായി മാറി. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ 34ാമത്തെ നേറ്റീവ് ബംഗാൾ ഇൻഫൻട്രി റെജിമെന്റിലെ ശിപ്പായിയായിരുന്നു. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8-നാണ്. 1857 വിപ്ലവം ശരിക്കും പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10-ന് മീററ്റ്. 1857 വിപ്ലവം ശരിക്കും പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10-ന് മീററ്റ്. മീററ്റിലെ കലാപം മെയ് 10, 1857. കാർട്രിഡ്ജ് ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാർക്ക് ശിക്ഷ നൽകി. തുടർന്ന് ശിപ്പായിമാർ കലാപം നടത്തി ബ്രിട്ടീഷ് ഓഫീസർമാരെ ആക്രമിച്ചു. വിപ്ലവകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും താമരയുമായിരുന്നു. വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമേഴ്സ്റ്റോൺ പ്രഭു. മീററ്റിൽ നിന്നുള്ള ശിപ്പായിമാർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി. 1857 മെയ് 11-ന് ഡൽഹി പിടിച്ചടക്കി. മീററ്റിൽ നിന്നുള്ള ശിപ്പായിമാർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി. 1857 മെയ് 11-ന് ഡൽഹി പിടിച്ചടക്കി. ബഹദൂർ ഷാ രണ്ടിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ രാജാവ് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമന്റെ തൂലികാനാമം സഫർ. ബഹദൂർ ഷാ രണ്ടാമന്റെ തൂലികാനാമം സഫർ. ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് രംഗൂൺ. ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് രംഗൂൺ ഡൽഹി വിപ്ലവത്തിന്റെ കേന്ദ്രമായിരുന്നു. വിപ്ലവത്തെ ഡൽഹിയിൽ നയിച്ചത് ജനറൽ ബക്ത് ഖാൻ. വിപ്ലവത്തെ ഡൽഹിയിൽ നയിച്ചത് ജനറൽ ബക്ത് ഖാൻ. വിപ്ലവത്തെ ഡൽഹിയിൽ അടിച്ചമർത്തിയത് ജോൺ നിക്കോൺസൺ. വിപ്ലവത്തെ ഡൽഹിയിൽ അടിച്ചമർത്തിയത് ജോൺ നിക്കോൺസൺ. വിപ്ലവം ഇന്ത്യയിലുടനീളം വ്യാപിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ കലാപങ്ങൾ നടന്നു. കാൺപൂരിൽ നാനാ സാഹിബ്. ആരുടെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്? ബാജിറാവു രണ്ടാമന്റെ. ആരുടെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്? ബാജിറാവു രണ്ടാമന്റെ. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. നാനാ സാഹിബ് പലായനം ചെയ്തത് നേപ്പാളിലേക്ക്. നാനാ സാഹിബ് പലായനം ചെയ്തത് നേപ്പാളിലേക്ക്. നാനാ സാഹിബിന്റെ സൈന്യാധിപൻ താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈന്യാധിപൻ താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18-ന്. താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859 ഏപ്രിൽ 18-ന്. താന്തിയ തോപ്പി സ്മാരകമുള്ളത് ശിവപുരി, മധ്യപ്രദേശ്. താന്തിയ തോപ്പി സ്മാരകമുള്ളത് ശിവപുരി, മധ്യപ്രദേശ്. കാൺപൂരിലും ലക്നൌവിലും കലാപം അടിച്ചമർത്തിയത് കോളിൻ കാമ്പൽ. ലക്നൗ, അവധ്, ബീഗം ഹസ്രത് മഹൽ. ഝാൻസി റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക. ഝാൻസി റാണി ലക്ഷ്മിബായി വധിക്കപ്പെട്ടത് 1858 ജൂൺ 18-ന് കാൽപ്പി യുദ്ധത്തിൽ വെച്ച്. റാണി ലക്ഷ്മിബായി വധിക്കപ്പെട്ടത് 1858 ജൂൺ 18-ന് കാൽപ്പി യുദ്ധത്തിൽ വെച്ച്. കാൽപ്പി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ഹ്യൂഗ്രോസ്. കാൽപ്പി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ഹ്യൂഗ്രോസ്. വിപ്ലവകാരികളിൽ ഏറ്റവും അപകടകാരി, വിപ്ലവകാരികളിലെ സമുന്നത നേതാവ് എന്ന് ഹ്യൂഗോ റോസ് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെ. വിപ്ലവകാരികളിൽ ഏറ്റവും അപകടകാരി, വിപ്ലവകാരികളിലെ സമുന്നത നേതാവ് എന്ന് ഹ്യൂഗോ റോസ് വിശേഷിപ്പിച്ചത് ഝാൻസി റാണി. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഝാൻസി റാണിയെ. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഝാൻസി റാണിയെ. ചബേലി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ഝാൻസി റാണി. ചബേലി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ഝാൻസി റാണി. ഝാൻസി റാണിയുടെ വീരമരണം 1858 ജൂൺ 18-ന്. ഝാൻസി റാണിയുടെ വീരമരണം 1858 ജൂൺ 18-ന്. റാണി ലക്ഷ്മിബായിയുടെ കുതിര ബാദൽ. വിപ്ലവത്തിന്റെ ധീരതയുടെ പ്രതീകം. ബീഹാർ, കൻവർ സിംഗ്.
1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് കൻവർ സിംഗ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് കൻവർ സിംഗ്. ബറേലി ഖാൻ ബഹാദൂർ ഖാൻ. ഫരീദാബാദ് മൗലവി അഹമ്മദുള്ള. ബറൌട്ടിൽ കലാപം നയിച്ചത് ഷാമാൽ. ബറൌട്ടിൽ കലാപം നയിച്ചത് ഷാമാൽ. ആസാമിൽ വിപ്ലവം നയിച്ചത് മണിറാം ദത്ത. ആസാമിൽ വിപ്ലവം നയിച്ചത് മണിറാം ദത്ത. രോഹിൽഖണ്ഡിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹാദൂർ ഖാൻ. മീററ്റിൽ കലാപം നയിച്ചത് കദം സിംഗ്. വിപ്ലവകാലത്ത് കോൾഗോത്ര വർഗക്കാരെ നയിച്ചത് ഗോനു. വിപ്ലവകാലത്ത് കോൾഗോത്ര വർഗക്കാരെ നയിച്ചത് ഗോനു. വിപ്ലവം ഒരു ദേശവ്യാപക സ്വഭാവം കൈവരിച്ചു. ബ്രിട്ടീഷുകാരുടെ തിരിച്ചാക്രമണം. ജനറൽ ഹെൻറി ഹാവോക്ക്, കോളിൻ ക്യാമ്പൽ, ഹ്യൂ ഗ്രോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സൈനിക നടപടി. ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവ തിരികെ പിടിച്ചു. ഡൽഹിയുടെ വീഴ്ച. സെപ്റ്റംബർ 1857 ബ്രിട്ടീഷുകാർ ഡൽഹി തിരികെ പിടിച്ചു. ബഹദൂർ ഷാ II പിടിക്കപ്പെട്ടു. മുഗൾ ഭരണത്തിന്റെ പ്രായോഗിക അന്ത്യം. വിപ്ലവത്തിന്റെ പരാജയ കാരണം ബ്രിട്ടീഷ് സൈനിക ശക്തി. ഇന്ത്യയുടെ ഏകോപിത നേതൃത്വം ഇല്ലായ്മ. ആധുനിക ആയുധങ്ങളുടെ കുറവ്. അനന്തരഫലം ആഫ്റ്റർമാത്ത്. ഭരണപരമായ മാറ്റങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. 1858 ഇന്ത്യ ഭരണ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നിലവിൽ വന്നു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാക്കിക്കൊണ്ടുള്ള വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 ഉണ്ടായി. ഇന്ത്യയിൽ വൈസ്രോയിയുടെ പദവി സ്ഥാപിച്ചു. ആദ്യ വൈസ്രോയ് കാനിംഗ് പ്രഭു. സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. 1857 വിപ്ലവത്തെക്കുറിച്ച് രചിച്ച കൃതികൾ. ദി ലാസ്റ്റ് മുഗൾ രചിച്ചത് വില്യം ഡാൽറിംബിൾ. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് VD സവാർക്കർ. 1857 സുരേന്ദ്രനാഥ് സെൻ. ദി ഗ്രേറ്റ് റെബല്യൻ മഹത്തായ വിപ്ലവം അശോക് മെഹ്ത്ത. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് എൽ സ്റ്റാൻലി. ജോൺ ലോറൻസ്. ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവാർക്കർ. ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവാർക്കർ. ഇന്ത്യയിലെ ആദ്യ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ഇന്ത്യയിലെ ആദ്യ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ആകസ്മികവും ആയുസ് കുറഞ്ഞതുമായ കൊടുങ്കാറ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് സുരേന്ദ്രനാഥ് സെൻ. ആകസ്മികവും ആയുസ് കുറഞ്ഞതുമായ കൊടുങ്കാറ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് സുരേന്ദ്രനാഥ് സെൻ. ദേശീയവുമല്ല, ആദ്യത്തെ കലാപവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആസിം മജുംദാർ. 1857 കലാപത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1857 കലാപത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. താങ്ക് യു.